ഹായ്, ഹായ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ കുറേ നാളായി വീഡിയോ നമ്മുടെ പ്രത്യേകിച്ച് വ്ളോഗ് ഇട്ടിട്ട് അതെ അതെ ഷോർട്സ് ഇപ്പൊ 2-3 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതെ ഇട്ട് വ്ളോഗ് ഇട്ട് കുറെ നാളായി. അതെ, അപ്പൊ ആശ ചെറിയൊരു സർജറി കഴിഞ്ഞിട്ട് റെസ്റ്റിലായിരുന്നു. അതെ അപ്പൊ കുറെ പേർക്ക് ചോദിച്ചു എന്താണ് പറ്റിയെന്ന് ചോദിച്ചല്ലേ. അതെ. അപ്പോൾ പെട്ടെന്ന് ചെയ്തായിരുന്നു, ഫിഷറിന്റെ സർജറി ആയിരുന്നു. അത് കാരണം പിന്നെ അധികം കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എമർജൻസി ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ദയ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിപ്പോൾ മൂന്നാമത്തെ ആഴ്ചയായി ചെയ്തിട്ട് കുഴപ്പമില്ല, ഓക്കെ ആയിട്ട് ഇങ്ങനെ വരണു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ നമ്മുടെ വ്ളോഗാണല്ലേ. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ അമ്മ ഉണ്ടായിരുന്നു, ഒരാഴ്ച അമ്മ ഉണ്ടായിരുന്നു അല്ലേ. ഒരു 10-15 ഹോസ്പിറ്റലിൽ ആയപ്പോ തന്നെ വേഗം അമ്മേനെ വിളിച്ചു. അപ്പൊ അമ്മ വന്നു, ആരെങ്കിലും ഒരാൾ വേണല്ലോ. അപ്പൊ അമ്മ വന്നു. ഒരു 10-15 ദിവസം ഉണ്ടായിരുന്നില്ല അവിടെ. 10-15 ദിവസം വലിയ പണികളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ കുറച്ച് ദിവസം. അപ്പൊ പിന്നെ അമ്മ നിന്നു ഇവിടെ. പിന്നെ ഇപ്പൊ കുട്ടികളെ ആണെങ്കിൽ സ്കൂളിലേക്ക് വിടണം, അങ്ങനെ അവർക്കും സ്കൂളിലേക്ക് പോവുകയൊക്കെ വേണമല്ലോ. അപ്പോൾ പിന്നെ അമ്മ പിന്നെ കുഴപ്പമില്ല, വന്നു കഴിഞ്ഞാൽ അമ്മ പിന്നെ എനിക്ക് വയ്യെങ്കിലും അല്ലെങ്കിലും ഒക്കെ അമ്മ വന്നു അതെ, കുഴപ്പമില്ലാണ്ടിരിക്കുകയാണെങ്കിൽ അമ്മ തന്നെ എല്ലാ പണികളും ചെയ്യും. അപ്പൊ പിന്നെ അമ്മ വന്നു തന്നെ ഭയങ്കര ആശ്വാസമായി നമുക്ക്. ഫെബ്രുവരി 13 നമ്മുടെ വിയൂര് കാവടിയായിരുന്നു. അപ്പൊ അതിന് ഞങ്ങള് തലേദിവസം പോയിട്ട് ചെറിയൊരു അമ്പലത്തിൽ പോയിട്ട് ആദ്യമായിട്ട് സർജറി കഴിഞ്ഞപ്പോ ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഒരു വീഡിയോ എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങിയത്. ഒന്ന് പോയി വീഡിയോ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ പൂരത്തിന്റെ കാവടിയുടെ വീഡിയോ എടുത്തിട്ട് പിറ്റേ ദിവസം കാവടിയുടെ അന്ന് ഞങ്ങളെല്ലാരും അങ്ങനെ പറമ്പിലുണ്ടാവും. അപ്പൊ എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ക്ഷണിക്കുക ചെയ്തു. പക്ഷെ ആശയ്ക്ക് വരാൻ പറ്റിയില്ല, എനിക്ക് ക്ഷീണമായി. അത് കുറച്ച് ദിവസം തന്നെ ആയിട്ടുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അനസ്തേഷ്യൊക്കെ തണ്ടലിൽ അനസ്തേഷ്യ ചെയ്തിട്ടുള്ള സർജറി തന്നെ ആയിരുന്നു. അപ്പൊ പിന്നെ അതിന്റെ ക്ഷീണം നല്ലോണം ഉണ്ടായിരുന്നു. ഞാൻ കുഴപ്പമില്ല, എനിക്കൊരു 5 ദിവസം കഴിഞ്ഞപ്പോ കുഴപ്പമൊന്നുമില്ല, ഇനി ഓക്കെ ആയി എന്ന് ഞാൻ വിചാരിച്ചു. രാത്രി പോയിട്ട് ചെറിയൊരു ഷോർട്സ് എടുത്തത് ഞങ്ങൾ പൂരത്തിന് വരുന്നുണ്ട്, ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിറ്റേ ദിവസം പൂരത്തിന് അന്ന് നമുക്ക് വരാൻ പറ്റിയില്ല. പൂരത്തിന് അന്ന് രാവിലെ ഒന്ന് ഇറങ്ങി അപ്പൊ തന്നെ പോകുന്നു. പക്ഷെ എനിക്ക് കൊറേ നേരം അങ്ങനെ നിക്കാൻ എനിക്ക് പറ്റില്ല, അങ്ങനെ. പിന്നെ ഞാൻ കുറച്ചേരം പൂരത്തിൻ്റെ അവിടെ വന്ന് കിടന്നതാ. പിന്നെ എനിക്ക് എണിക്കാനേ വയ്യ. എനിക്ക് ഇന്ന് സെറ്റിയിൽ പോലും ഇരിക്കാൻ പറ്റാണ്ട്. പിന്നെ ഉണ്ണേണ്ട അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവരെന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ പിന്നെ അവരെന്നെ എല്ലാം ഇതാക്കി. പിന്നെ ഉണ്ണേണ്ട ഒരു ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നില്ല. അധികം ആൾക്കാരെന്നെ അങ്ങനെ, അല്ലെങ്കിൽ സാധാരണ എല്ലാവരും ഉണ്ടാവാറുണ്ട്. അതെ, ഉണ്ണേണ്ട ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവാറുണ്ടായിരുന്നു. അതെ അതെ, എല്ലാരും ഉണ്ടാവുമായിരുന്നു. ഇപ്രാവശ്യം പിന്നെ തീരെയും ആരും ഇല്ല കേട്ടോ. പിന്നെ സുഭാഷ് ചേട്ടൻ മാത്രമാണല്ലോ എപ്പോഴും. അപ്പൊ പിന്നെ അവര് ജോലിയുള്ളായിരുന്നു. അപ്പൊ പിന്നെ അവര് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ഇപ്രാവശ്യത്തെ പൂരം. ഞാൻ പൂരത്തിന് ഈ ഒരു കാവടിക്ക് അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നതാ ഫുൾ ടൈം കാവടിയുടെ കൂടെ രാവിലെ ഇവിടുന്ന് ഇറങ്ങണം, എല്ലാ സെറ്റിലും പോയിട്ട് കഴിഞ്ഞിട്ട് ഉച്ചവരെ കാവടി ഉണ്ടാവും. അപ്പൊ ഉച്ചവരെ നമുക്ക് കാവടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആനപ്പൂരത്തിന് പോകണം. ആനപ്പൂരം കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പറമ്പ് പോയിട്ട് പർച്ചേസിങ് നടത്തണം. അത് കഴിഞ്ഞിട്ട് രാത്രിത്തെ കാവടി കഴിഞ്ഞിട്ട് 2 മണി 3 മണിക്ക് കാവടി, 2:30 കാവടി കഴിയാ. അതുവരെ ഇരിക്കണം എന്ന് പറഞ്ഞതാ. പൂരത്തിന് ഡ്രസ് എടുക്കണം, അതൊക്കെ ഉണ്ടായിരുന്നു. പൂരത്തിലേക്ക് പോകാൻ പോലും പറ്റിയില്ല. അതെ, വലിയ പ്ലാനിങ് ആയിട്ട് ഒന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നമ്മുടെ ഈ പുതിയ തുടങ്ങിയ ചാനലാണ് കേട്ടോ ഈ തൃശ്ശൂർ കപ്പിള്. അപ്പൊ ഇതിനു മുന്നുള്ള ചാനൽ അറിയാലോ, ആശ ഉണ്ണി, അതാണ് നമ്മുടെ മെയിൻ ചാനൽ. 40 ലക്ഷത്തി സംതിങ് ഉണ്ട്. പിന്നെ ഒരു ഡയമണ്ട് ഫാമിലി ഉണ്ട്, 4.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മൂന്നാമത് ഓൺ വോയിസ് ആയിട്ട് തുടങ്ങിയതാണ് തൃശ്ശൂർ കപ്പിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ 10-14 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയാണ്. 14 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടായിരുന്നില്ല. കുറച്ച് വീഡിയോ ആദ്യമായിട്ട് പിന്നെ നമ്മൾ കൺഫ്യൂഷൻ വേണോ കാരണം 3 ചാനലോട് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേണ്ട നിന്ന് കുറച്ച് വീഡിയോ ഇട്ടു, പിന്നെ നിർത്തി വെച്ചു. അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, വീണ്ടും തുടങ്ങാന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇട്ടു. പിന്നെ വീണ്ടും ഒരു കൺഫ്യൂഷൻ, കാരണം 3 ചാനലോട് മാനേജ് ചെയ്യാൻ പറ്റില്ല, കാരണം ഡെയിലി എല്ലാത്തിനും വീഡിയോ വേണം. അപ്പോൾ പിന്നെ നിർത്തി വെച്ചിട്ട് ഇതപ്പോൾ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ തുറന്ന് കൊണ്ടുപോകാന്നുള്ള തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങള് എല്ലാവരും നമ്മുടെ സൗണ്ട് ഇല്ലാത്ത വീഡിയോയിൽ കാണുന്നത്. അപ്പൊ നമ്മളിത് മെയിൻ ആയിട്ട് തുടങ്ങാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് മലയാളികളാണെന്ന് പലർക്കും അറിയണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള്
തൃശ്ശൂരാണല്ലോ ഞങ്ങളുടെ വീട്. അപ്പോൾ തൃശ്ശൂർ കപ്പിൾ എന്ന പേരിൽ അങ്ങനെ ഒരു പുതിയൊരു ചാനൽ തുടങ്ങിയത് നമ്മുടെ ഓൺ വോയിസ് വെച്ചിട്ട്. അതെ, ഇപ്പോഴും ആരെങ്കിലും പുറത്തൊക്കെ വെച്ച് കാണുമ്പോഴും ഇപ്പോഴും ആൾക്കാർ അപ്പോഴും ചോദിക്കും തൃശ്ശൂരാണോ നിങ്ങൾ മലയാളികളാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഓൺ വോയിസ് ചാനൽ തന്നെ തുടങ്ങിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുകൊണ്ട് വിജയിപ്പിക്കുക തൃശ്ശൂർ കപ്പ് കേട്ടോ. അപ്പം ഇനി ഈ തൃശ്ശൂർ കപ്പിളിലും ആശാ ഉണ്ണിയിലും ഡയമണ്ട് ഫാമിലിയിലും ഒക്കെ ഡെയിലി വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുക, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഒരു റെസ്റ്റിന് ശേഷം എടുത്ത ഒരു വ്ളോഗാണ്. അപ്പോൾ ഇനി തുടർന്നും ഉഷാറായി വരണുള്ളൂ. ചെറിയ ക്ഷീണങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പൂർവാധികം സെക്യൂരിറ്റി ഞങ്ങൾ ഡെയിലി വീഡിയോകളായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക. അതെ, ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.